ക്രിസ്തുമസിൻ്റെ സന്തോഷവും മംഗളങ്ങളും സ്നേഹമോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർന്നു തരുന്ന മഹത്തായ സന്ദേശം ഈ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സന്ദേശമാണ്. ജീവിതത്തിലെ ഇല്ലായ്മകളിലും അഥവാ കടന്നു വരുന്ന വല്ലായ്മകളിലുമൊക്കെ അതിനപ്പുറം ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ആശ്രയിച്ച് ആ ദിവ്യശിശു കൊണ്ടുവന്നു തരുന്ന സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ഭവനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ, ക്രിസ്തുമസ് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും ശാശ്വതമായ സമാധാനം, യഥാർത്ഥമായ ആനന്ദം പകർന്നു തരുന്നു. കാലിത്തൊഴുത്തിലെ ആ കുടുംബത്തെ നാം ഇങ്ങനെ ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഒരു പോംവഴി കണ്ടെത്തുവാൻ എളുപ്പമായി മാറുന്നു. വിശുദ്ധ ഔസേപ്പും പരിശുദ്ധ കന്യകാമറിയവും എടുത്ത നിലപാടുകളും തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളുടെ, പ്രതിസന്ധികളുടെ അവസരങ്ങളിൽ അവയെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ഒരു പ്രചോദനം ഏകുന്നു. യഥാർത്ഥത്തിൽ അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പാലിക്കുവാൻ കാനേഷുമാരി കണക്കെടുപ്പ് നടത്തുവാൻ വേണ്ടിയാണ് സ്വന്തം നാടും പരിചിതമായ സാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മരപ്പണിക്കാരനായ യൗസേപ്പ് പൂർണ്ണഗർഭിണിയായ ഭാര്യ മറിയവുമായി ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് കടന്നു വന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നു വളരെ ഹൃദയസ്പർശിയായ ചിന്തോദ്ദീപകമായ ഒരു വാക്യം: സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഒരുപക്ഷേ വഴിയരികിൽ പീഡികത്തിണ്ണയിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരും, കടബാധ്യതയാൽ വാടക വീട് ഇറങ്ങിക്കൊടുക്കുവാൻ നിർബന്ധിതരായവർക്കുമെല്ലാം ഈ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന ആ തിരുക്കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു പുതിയ പാതയിലൂടെ പുനർവിചിന്തനം ചെയ്യുവാൻ കൂടുതൽ പ്രചോദനം നൽകുന്നു. അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾ, പ്രവാസികൾ, അവർക്കെല്ലാം ഈ തിരുക്കുടുംബത്തിൻ്റെ നിലപാട് തങ്ങൾക്ക് ഒരു കരുത്തും ശക്തിയും പുതിയ പ്രചോദനവും ഉൾക്കൊള്ളുവാൻ ഒരു മാതൃക പകർന്നു തരുന്നു. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. കാലിത്തൊഴുത്തിൽ അവർക്ക് അഭയം തേടേണ്ടി വരുമ്പോൾ ആ സാഹചര്യങ്ങൾ, ഈ പരിമിതികളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായി അവർ കാണാനാകുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ഈ അപ്പോസ്തോലിക പ്രബോധനത്തിൻ്റെ 286-ാം ഖണ്ഡികയിൽ പരിശുദ്ധ കന്യകാമാതാവ് എടുത്ത ആ ഒരു തീരുമാനം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ പരിപാലന കാണുന്ന ആ വിവരണം കൊടുക്കുന്നത് ശ്രദ്ധേയമാണ്. ഫ്രാൻസിസ് പാപ്പ
സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ 286 ഖണ്ഡികയിൽ എഴുതുന്നു, മോശപ്പെട്ട വസ്ത്രകഷ്ണങ്ങളും സമൃദ്ധമായ സ്നേഹവും കൊണ്ട് ഒരു തൊഴുത്തിനെ യേശുവിൻ്റെ ഭവനമാക്കാൻ മറിയത്തിനു കഴിഞ്ഞു. മോശപ്പെട്ട വസ്ത്രകഷ്ണങ്ങളും സമൃദ്ധമായ സ്നേഹവും കൊണ്ട് ഒരു തൊഴുത്തിനെ യേശുവിൻ്റെ ഭവനമാക്കാൻ മറിയത്തിനു കഴിഞ്ഞു. ജീവിതത്തിലെ പ്രയാസങ്ങൾ, പരിമിതികൾ, പ്രതിസന്ധികൾ അവയെല്ലാം ക്രിയാത്മകമായി ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം കൊണ്ട് അതിൻ്റെ അവസ്ഥ ഏറെ മാറ്റിയെടുക്കുവാനാകും. ഫ്രാൻസിസ് പാപ്പ തുടർന്ന് എഴുതുന്നു, യഥാർത്ഥ അമ്മയെന്ന നിലയിൽ അവൾ നമ്മുടെ അരികെ നടക്കുന്നു. അവൾ നമ്മുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നു. നമ്മെ നിരന്തരം ദൈവസ്നേഹം കൊണ്ട് പൊതിയുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാതൃക, പ്രത്യേകിച്ച് ഒരു സത്രത്തിൽ ഇടം കിട്ടാതിരുന്ന അവസ്ഥ, ഒരു കാലിത്തൊഴുത്തിൽ അഭയം തേടേണ്ടി വന്ന അവസ്ഥ, അങ്ങനെ മോശപ്പെട്ട വസ്ത്രകഷ്ണങ്ങൾ കൊണ്ട് തൻ്റെ ഹൃദയത്തിലെ സ്നേഹം നൽകി യേശുവിന് ഒരു പ്രിയങ്കരമായ പിള്ളക്കച്ച ഒരുക്കുക. അതാണ് ക്രിയാത്മകമായ പ്രതികരണം. തുടർന്നും ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു, അവൾ മാതൃസഹജമായ വിധത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു, സ്നേഹിക്കുന്നു. നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുകയും ചെയ്യുന്നു, നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിൻ്റെ അമ്മയായ ഞാൻ ഇവിടെ ഇല്ലേ. അങ്ങനെ കാലിത്തൊഴുത്തിലേക്ക് നാം ഇങ്ങനെ ഉറ്റുനോക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളുടെയും പരിമിതികളുടെയും നടുവിലും ഒരു സ്വർഗത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം നമ്മോട് പറയുക, നിൻ്റെ പ്രയാസങ്ങളിൽ, നിൻ്റെ പ്രതിസന്ധികളിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ കൂടെയുണ്ട് എന്നാണ്. ഫ്രാൻസിസ് പാപ്പ തുടർന്നും 287 പാരഗ്രാഫിൽ ഖണ്ഡികയിൽ എഴുതുന്നു, സേവനത്തിനും ഫലപൂർണതയ്ക്കുമായി നിശ്ചയിക്കപ്പെട്ട വിശ്വാസ തീർത്ഥാടനത്തിൽ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടാൻ മറിയം തന്നെ തന്നെ അനുവദിച്ചു എന്ന്. തൻ്റെ ആ വിശ്വാസ തീർത്ഥാടനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ പ്രകടമായ സാന്നിധ്യം അനുഭവിക്കുവാൻ തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇവിടെയാണ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി വരിക. നമ്മുടെ പരിമിതികളിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ, കുടുംബത്തിലെ പ്രത്യേകമായ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും രോഗങ്ങളുമൊക്കെ കടന്നു വരുമ്പോഴും അതിനപ്പുറത്ത് ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുക, ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം നമ്മോടൊപ്പമുണ്ട്. അവിടുത്തെ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രധാനപ്പെട്ട ചിന്തയാണ്. കാലിത്തൊഴുത്തിലെ ആ തിരുക്കുടുംബം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. ഒരുപക്ഷെ ആ പ്രതിവിധി വീണ്ടും മറ്റു ചില പ്രയാസങ്ങളിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മെ കരുതലോടെ താങ്ങുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ കരമുണ്ട്. ഏതു പരിമിതമായ സാഹചര്യത്തിലാണെങ്കിലും, ഏത് കാലിത്തൊഴുത്തിലാണെങ്കിലും ആ സ്വർഗത്തിൻ്റെ ആനന്ദം എനിക്ക് അനുഭവിക്കാനാകുമോ? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ബെനഡിക്ട് 16 മാർപ്പാപ്പ നസ്രത്തിലെ യേശു എന്ന ആ 3 വാല്യമുള്ള പുസ്തകത്തിൻ്റെ 3-ാം വാല്യത്തിൽ യേശുവിൻ്റെ ബാല്യകാല ചരിത്രത്തെപ്പറ്റി വിവരിക്കുന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. അവിടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം
38 ഉദ്ധരിച്ചുകൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു: അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. അങ്ങനെ പിന്നീട് ഈ ദൗത്യം സ്വീകരിക്കുമ്പോൾ മറിയം തനിച്ചായി. മാനുഷികമായ എല്ലാ സാധ്യതകളെയും അതിശയിപ്പിക്കുന്ന നിയോഗ ദൗത്യവുമായി അവൾ അവിടെ ഏകയായിരുന്നു. അങ്ങനെ പുതിയ ഒരു ദൗത്യം ദൈവം അവളെ ഏൽപ്പിക്കുന്നു. പക്ഷേ മാലാഖയുടെ സാന്നിധ്യം തുടർന്ന് അവളോടൊപ്പമില്ല. അവൾ ഏകയായി മാറി. ബെനഡിക്ട് 16 പാപ്പ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് കൂടുതൽ ശ്രദ്ധേയമാണ്. അവളുടെ ചുറ്റും ദൈവദൂതന്മാരില്ല. കറുത്തിരണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അവൾ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. അവളുടെ ഗർഭത്തെക്കുറിച്ച് ജോസഫിനുണ്ടാകുന്ന നടുക്കവും ഭീതിയും തുടങ്ങി. യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-21, യോഹന്നാൻ്റെ സുവിശേഷം 10-20 എന്നീ വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ആ നിമിഷങ്ങളിലൂടെ അവൾ കടന്നു പോകേണ്ടിയിരിക്കുകയും ചെയ്യുന്നു. തീർന്നില്ല. കറുത്തിരുണ്ട നിഴൽ വീണ കാൽവരിയുടെ പടവുകൾ കയറുമ്പോൾ കാണുന്ന കുരിശിൻ്റെ രാത്രി വരെ അത് നെടുനീളെ നീണ്ടുകിടക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ ആ നീണ്ട പട്ടിക മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടെങ്കിലും അവളുടെ ഹൃദയത്തിലെ സമാധാനം, എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുന്നു, അവിടുത്തെ പരിപാലനയുടെ കരം എന്നോടൊപ്പം എന്നും ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച ബോധ്യം അവൾക്ക് ആശ്വാസമായി നിലകൊള്ളുന്നു. ബെനഡിക്ട് 16 പാപ്പ ഇപ്രകാരം എഴുതുന്നു: നന്മ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നും ഭയപ്പെടേണ്ട എന്നും മാലാഖ പറഞ്ഞ തിരുവചനങ്ങളിലേക്ക് എത്രയോ പ്രാവശ്യം ആന്തരികമായ പുനർവിചാരത്തോടെ മറിയം തിരിഞ്ഞിട്ടുണ്ടാകില്ല. ഓരോ പ്രാവശ്യവും അതിനെപ്പറ്റി നവമായി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ സാന്നിധ്യം, അത്യുന്നതൻ്റെ ശക്തി തന്നിലുണ്ട് എന്നുള്ള ആ ഉറച്ച ബോധ്യം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ, എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ, എല്ലാ പരിമിതികളിലെയും, പ്രത്യേകിച്ച് കാലിത്തൊഴുത്തിലെ ഈ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ഒരു കടിഞ്ഞൂൽ പുത്രനെ ജന്മമേകുമ്പോൾ മറ്റാരും, തൻ്റെ ഭർത്താവല്ലാതെ മറ്റാരുടെയും സഹായമില്ലാത്ത ആ അവസ്ഥയെല്ലാം അതിജീവിച്ചുകൊണ്ട് ശാന്തത, സന്തോഷം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് സ്വീകരിക്കാനാകുന്നു. ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകാം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരാം, ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളുമൊക്കെ കടന്നു വരാം. എന്നാൽ അതിനപ്പുറം ആ സന്തോഷം, ക്രിസ്തുമസ് സമ്മാനിക്കുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു നിൽക്കുവാനാകുമോ? അതാണ് പ്രസക്തമായ ചോദ്യം. വിശുദ്ധ ഔസേപ്പിതാവിനെ പറ്റി ദ ലൈഫ് ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന ഒരു പുസ്തകം മരിയ സെസിലിയ ബൈജ് എന്ന ഒരു ഡൊമിനിക്കൻ വൈദികൻ എഴുതിയത് സിസ്റ്റർ റാണിറ്റ് SABS വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എന്ന പേരിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ നിറയുമ്പോൾ, പ്രത്യേകിച്ച് സത്രത്തിൽ ഒരിടം കിട്ടാതെ അവസാനം ഒരു കാലിത്തൊഴുത്തിൽ ഈ തൻ്റെ പൂർണ്ണഗർഭിണിയായ ഭാര്യയുമായി ഒരുമിച്ച് ചെന്ന് അഭയം തേടേണ്ടി വരുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെ പറ്റി വിവരിക്കുന്ന അതിസുന്ദരമായ ഭാഗമുണ്ട്. ഇപ്രകാരം അതിൻ്റെ 196 പേജിൽ എഴുതിയിരിക്കുന്നു: വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ധാരാളം ആളുകളെ കൊണ്ട് പട്ടണത്തിലെ സത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ജോസഫ്
പല വാതിലുകളും മുട്ടിനോക്കി. എവിടെയും അവർക്ക് ഒരു മുറി പോലും ലഭിച്ചില്ല. പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീയോടുള്ള പരിഗണന പോലും കാണിക്കാതെയുള്ള ബെത്ലഹേം നഗരവാസികളുടെ തിരസ്കരണവും അവഗണനയും ജോസഫിനെയും മറിയത്തെയും ഒരുപോലെ ദുഃഖിപ്പിക്കുകയും വിഷമത്തിലാക്കുകയും ചെയ്തു. ഓരോ വാതിലുകളും അവർ മുട്ടിനോക്കി. നിഷേധങ്ങളും തിരസ്കരണങ്ങളും തന്നെയായിരുന്നു എവിടെയും അവർ നേരിട്ടത്. അവസാനം ഒരു ഗുഹാസമാനമായ ഒരു കാലിത്തൊഴുത്തിൽ അവർ അഭയം തേടുന്നു, അവിടെ എത്തിച്ചേരുന്നു. അത് ഒഴിഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ദൈവം മുൻകൂട്ടി ഒരുക്കിയ ആ അഭയസ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആഡംബരപൂർണമായ ഒരു മണിമന്ദിരത്തിൽ പ്രവേശിച്ച പ്രതീതിയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ദുഃഖിതനായ ജോസഫിന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദൈവം അവർക്ക് വേണ്ടി കരുതി വച്ചിരുന്ന അഭയസ്ഥാനം അതാണ് എന്ന രഹസ്യം. അത് അവന് വലിയ ആശ്വാസമായി. അവൻ കർത്താവിന് നന്ദി പറഞ്ഞു. അവർണ്ണനീയമായ ആനന്ദവും സന്തോഷവും അവർക്ക് അനുഭവപ്പെട്ടു. എന്നു മാത്രമല്ല, അവരിരുവരും അനുപമമായ നവചൈതന്യം കൈവരിക്കുകയും ചെയ്തു. ജോസഫ് തനിക്കനുഭവപ്പെട്ട സമാശ്വാസത്തെക്കുറിച്ച് മറിയത്തോട് തുറന്നു പറഞ്ഞു. അവർ കർത്താവിന് നന്ദി പറഞ്ഞു. അവർണ്ണനീയമായ ആനന്ദവും സന്തോഷവും അവർക്ക് അനുഭവപ്പെട്ടു. അവസാനം ഇതാ ഒരു വലിയ ഭാഗ്യം. കാത്തിരുന്ന ദിവ്യരക്ഷകനെ ജോസഫ് മനുഷ്യരൂപത്തിൽ കണ്ടു. സൂര്യനേക്കാൾ തേജോമയനായ പ്രകാശത്താൽ വലയം ചെയ്ത് അവൻ ഇതാ പുൽത്തൊട്ടിയിൽ ശയിക്കുന്നു. ആ കാലിത്തൊഴുത്ത് മുഴുവൻ പ്രകാശപൂർണമായിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷവദനായ ജോസഫ് ദിവ്യശിശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് മണ്ണിൽ പിറന്ന ലോകരക്ഷകനെ ആരാധിച്ചുകൊണ്ട് അവൻ മണ്ണിൽ കിടന്നു. എത്രയോ സുന്ദരമായ വിവരണം. ഈ പരിമിതികളും ഇല്ലായ്മകളും എല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരം അവിടുത്തെ വിശുദ്ധമായ പദ്ധതി ഒരുക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ അവർ എല്ലാം ക്രിയാത്മകമായി വളരെ പോസിറ്റീവായി കാണുവാനുള്ള ചൈതന്യം, മനോഭാവം, നിലപാട് അവർക്ക് സ്വന്തമാകുന്നു. ഇതാണ് നമ്മുടെയും കുടുംബത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ജീവിതത്തിൽ കടന്നു വരുന്ന ഇല്ലായ്മകളിലും തിരിച്ചറിയേണ്ടത്. കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതലിനെ നാം ഉറ്റുനോക്കുമ്പോൾ, ആ കുഞ്ഞിനോടൊപ്പമുള്ള പിതാവിനെയും മാതാവിനെയും നാം ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെയും കുടുംബ സാഹചര്യങ്ങളിൽ കടന്നു വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അതിന് അതീതമായി ദൈവത്തിൻ്റെ പദ്ധതി, അവിടുത്തെ പരിപാലനയുടെ കരം കണ്ടെത്തുവാനും ഈ പരിമിതികൾക്കപ്പുറം സൗഭാഗ്യം കണ്ടെത്തുവാനും എനിക്ക് സാധിക്കുമോ? അതാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ കൂടുതൽ പ്രസക്തമായ ചോദ്യം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ബെത്ലഹേമിലെ മലഞ്ചെരിവിൽ ആടുകളെ മേയിച്ച് വിശ്രമിച്ചിരുന്ന ഇടയന്മാർക്ക് ആകാശത്തിലെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന്. അങ്ങനെ സദ്വാർത്ത അറിയിക്കുവാൻ ദൂതന്മാർ ഇടയന്മാരെ സമീപിക്കുന്നു. ഈ സദ്വാർത്ത എല്ലാവർക്കും വേണ്ടിയുള്ള സദ്വാർത്ത തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്ത. കാലിത്തൊഴുത്തിൽ ശയിക്കുന്ന ആ ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കാണുമ്പോൾ ഇടയന്മാർക്ക്
അവരുടെ ഹൃദയത്തിൽ അനുഭവിച്ച അതേ ആനന്ദം ഈ ക്രിസ്തുമസ് ദിനത്തിൽ, ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അവസരത്തിൽ കാലിത്തൊഴുത്തിൽ നിന്നും ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിൽ നിന്നും അവിടുത്തെ മാതാപിതാക്കന്മാരിൽ നിന്നും നമുക്കും ലഭ്യമാകണം. ഈ ആനന്ദം നമ്മുടെയും സ്വന്തമാകണം. ഉദ്ധിതനായ ക്രിസ്തുവിനെ ദർശിക്കുമ്പോൾ ശിഷ്യന്മാർ ഈ ആനന്ദം തന്നെ അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ആനന്ദിച്ചു. നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ മധ്യേ കടന്നു വരുന്ന നാഥനെ നാം സ്നേഹമോടെ സ്വീകരിക്കുമ്പോൾ ഇതേ ആനന്ദം നമ്മുടെയും സ്വന്തമാകും. യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിന് അവസരത്തിലും ഇതുപോലുള്ള ഒരു പ്രയോഗം നാം കാണുന്നു. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ വീണ്ടും കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദിക്കും. നിങ്ങളുടെ ആനന്ദം നിങ്ങളിൽ നിന്ന് എടുത്തു കളയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം അത് വായിച്ചു കേൾക്കുന്നു. യേശു തരുന്ന ആ ആനന്ദം ആർക്കും ഏതു സാഹചര്യത്തിലും എടുത്തു കളയുവാൻ പറ്റാത്ത ആനന്ദമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് ഈ ആനന്ദവും സമാധാനവും ജീവിതത്തിൽ സ്വീകരിക്കാൻ ആകുന്നു. സെഫനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സിയോൻ പുത്രി, ആനന്ദഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക. ജെറൂസലേം പുത്രി, പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. സിയോൻ പുത്രി, ആനന്ദഗാനമാലപിക്കുക. ഈ ആനന്ദത്തിൻ്റെ അനുഭവം ഈ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ അവസരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, അനുഭവവേദ്യമാകേണ്ടതാണ്. കർത്താവ് നിൻ്റെ മധ്യത്തിലുണ്ട്. അതാണ് സെഫനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും പ്രത്യേകമായി കാണുക. ഈ ആനന്ദത്തിൻ്റെ കാരണം, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം കർത്താവിൻ്റെ സാന്നിധ്യം നൽകുന്ന ആനന്ദമാണ്. കാലിത്തൊഴുത്തിൽ ശയിക്കുന്ന ആ ദൈവപിതാവിൻ്റെ അരുമ മകൻ നമുക്ക് തരുന്നതും ഈ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. എല്ലാ പരിമിതികളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി ചുരുളഴിയുമ്പോൾ വിശുദ്ധ ഔസേപ്പും പരിശുദ്ധ കന്യകാമറിയവും കണ്ടറിയുന്നതും അനുഭവിക്കുന്നതും ഈ ദൈവം നൽകുന്ന ആനന്ദവും ശാന്തിയുമാണ്. മാലാഖമാർ ആട്ടിടയന്മാർക്ക് ആശംസിച്ചതും അവരെ കാലിത്തൊഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കും അനുഭവവേദ്യമാകുന്നതും ഇതേ ആനന്ദം തന്നെ. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് അവസരത്തിൽ ദൈവം തരുന്ന ഈ കൃപ, ഈ ആനന്ദത്തിൻ്റെ അനുഭവം, ഈ സമാധാനത്തിൻ്റെ അനുഭവം നമ്മുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ഞങ്ങളുടെ രക്ഷകനായി ഈ ലോകത്തിൽ അവതാരമെടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് തന്നെ കനിഞ്ഞു വർഷിക്കുന്നത് ആ രക്ഷകൻ്റെ വരവ്, ആ ദിവ്യ പൈതൽ നൽകുന്ന സമാധാനവും സന്തോഷവുമാണ്. ഞങ്ങളുടെ ഈ തിരുപ്പിറവി ആഘോഷം വഴി ഈ ആനന്ദത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ വ്യക്തിഗത ജീവിതങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും, പ്രത്യേകിച്ച് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് ഈ ആനന്ദം ഉണ്ടാകുവാൻ ഇടയാക്കണമേ. എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ ശാശ്വത സമാധാനം, സന്തോഷം കനിഞ്ഞ് വർഷിക്കണമേ. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്ക് ഈ ആനന്ദത്തിൻ്റെ കാലഘട്ടമാകട്ടെ. ഈ അവസരം
സമാധാനം യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ ഭരണം നടത്തുന്ന അവസരമാകട്ടെ. കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതൽ നമുക്ക് ഈ ശാന്തി, ഈ സമാധാനം സമൃദ്ധമായി കൊണ്ടുവന്ന് തരട്ടെ. എല്ലാവർക്കും സ്നേഹമോടെ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദിവ്യ പൈതലിൻ്റെ ശാന്തിയും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി അനുഭവവേദ്യമാകട്ടെ.